പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 6th സെമസ്റ്റർ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള അർബൻ എക്കണോമിക്സിന്റെ മൊഡ്യൂൾ 1 വീഡിയോസ് ആണ് നമ്മൾ ചെയ്തു വരുന്നത്. അതായത് ഇതിന്റെ പാർട്ട് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മോഡേൺ തിയറീസ് ഓഫ് അർബൻ ഡെവലപ്മെന്റ് ആൻഡ് പ്ലാനിംഗ്. അതിൽ ഒന്നാമത്തെ തിയറി പബ്ലിക് ചോയ്സ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പോൾ പീറ്റേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള സിറ്റി ലിമിറ്റ്സ് ഇൻ 1981 അദ്ദേഹം ഇറക്കിയിട്ടുള്ള സിറ്റി ലിമിറ്റ്സിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ദ ഫ്രീ മാർക്കറ്റ് ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത് മോഡൽ എംഫസൈസ്ഡ് ഇൻ പീറ്റേഴ്സൺ തിയറിയിൽ ഫ്രീ മാർക്കറ്റ് ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത് മോഡലാണ് എംഫസൈസ് ചെയ്യുന്നത്. ആസ് ഗൈഡൻസ് ഫോർ സിറ്റി ഒഫീഷ്യൽസ്, സിറ്റിയിലെ ഒഫീഷ്യൽസിനുള്ള ഗൈഡൻസ് ആണ് ഈ തിയറിയിൽ കൊടുക്കുന്നത്. ആൻഡ് എന്റർപ്രണേഴ്സിനുള്ളതും. ഇന്റന്റ് ഓൺ പ്രൊമോട്ടിംഗ് എക്കണോമിക് ഡെവലപ്മെന്റ് വിത്തിൻ ദയർ സിറ്റി, അവരുടെ സിറ്റിയിൽ എക്കണോമിക് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ഈ തിയറിയിൽ പറയുന്നത്. The public choice theory of urban development outlined in city limit ആ പുസ്തകത്തിൽ പബ്ലിക് ചോയ്സ് തിയറി ഒരു അർബൻ ഡെവലപ്മെന്റ് ഒരു ഔട്ട്ലൈൻ നൽകുന്നുണ്ട്. They suggest that market values and motivation drive city officials to pursue economic revival with the goal of attracting more private investment. മാർക്കറ്റ് വാല്യൂസും അതിന്റെ മോട്ടിവേഷൻ സിറ്റി ഒഫീഷ്യൽസിനെ എക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നത് വിത്ത് ദ ഗോൾ, അവരുടെ ഗോൾ എന്ന് പറയുന്നത് ഓഫ് അട്രാക്ടിങ് മോർ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടായിരിക്കണം എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് സിംപ്ലി പബ്ലിക് ചോയ്സ് തിയറി എ പ്രൊഡക്റ്റ് ഓഫ് ദ ഫ്രീ മാർക്കറ്റ് എക്കണോമിക്സുകളുടെ ഒരു പ്രൊഡക്റ്റ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലെ ഫ്രീ മാർക്കറ്റ് എക്കണോമിക്സുകളുടെ ഒരു പ്രൊഡക്റ്റ് ആണ് പബ്ലിക് ചോയ്സ് തിയറി. ജനറലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റ് തിയറി. ഇത് മാർക്കറ്റ് തിയറിയുടെ അപ്ലിക്കേഷൻ ടു ലോക്കൽ ഗവൺമെന്റ് പോളിസിക്കുള്ള മാർക്കറ്റ് തിയറിയുടെ ഒരു അപ്ലിക്കേഷൻ. അപ്പൊ ഈ തിയറി പ്രകാരം പറയുന്നത് ഒരു സിറ്റിയിലെ ഒഫീഷ്യൽസും അവിടുത്തെ എന്റർപ്രണേഴ്സും എക്കണോമിക് ഡെവലപ്മെന്റ് ആ സിറ്റിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അതിന് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. തിയറിയിലെ രണ്ടാമത്തെ തിയറിയാണ് അർബൻ റെജിം തിയറി. അർബൻ റെജിം എന്ന് പറയുന്നത് ഭരണം എന്നുള്ള ഭരണവുമായി ബന്ധപ്പെട്ട തിയറിയാണ്. ഇത് പ്രോമിനന്റ് ആയി വരുന്നത് ക്ലാരൻസ് സ്റ്റോണിന്റെ അറ്റ്ലാന്റ എന്ന പഠനത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ പബ്ലിക്കേഷനിലാണ് ഈ തിയറി വരുന്നത് 1981. സ്റ്റോൺ ബിഗിൻസ് his argument with the notion that local government do not have the capacity to govern without entering into coalition with one or more private groups or classes. എന്ന് പറഞ്ഞാൽ ലോക്കൽ ഗവൺമെന്റിന് സ്വന്തമായിട്ട് കപ്പാസിറ്റി ഉണ്ടാവില്ല അവിടുത്തെ ഭരണം പൂർണ്ണമായിട്ട് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന് പണം കണ്ടെത്തുന്നതിനും അതിന്റെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും. അതിന് അവരെന്ത് ചെയ്യണം, ഒരു ഒന്നോ രണ്ടോ അതിലധികമോ ഗ്രൂപ്പുമായിട്ട് കൊലീഷൻ ചേർന്നിട്ട് കാര്യങ്ങൾ ചെയ്യണം. വിച്ച് പ്രൊവൈഡ് സ്ട്രാറ്റജിക് സപ്പോർട്ട് ടു ഇലക്റ്റഡ് ഒഫീഷ്യൽസ്. ഇലക്റ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനോട് സ്ട്രാറ്റജിക് സപ്പോർട്ട് ഈ ഗ്രൂപ്പുമായി, പ്രൈവറ്റ് ഗ്രൂപ്പുമായി അല്ലെങ്കിൽ ക്ലാസ്സുമായി ചേരുമ്പോൾ ലഭിക്കും. ഈ കാൾസ് ദിസ് കൊലീഷൻ എ റെജിം. ഇതിനെ നമ്മൾ റെജിം എന്ന് നമ്മൾ പറയും. റെജിം പറഞ്ഞാൽ ഭരണം. എ റെജിം ആസ് എൻ അജണ്ട. റെജിം എന്ന് പറയുന്ന ഒരു അജണ്ടയാണ്. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് പർപ്പസ് ഇറ്റ് വാണ്ട്സ് ടു അക്കംപ്ലിഷ്. അതൊരു പർപ്പസിന് വേണ്ടിയിട്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസ്, ഒരു അജണ്ട ഉണ്ടായിരിക്കും സിറ്റിയുടെ അർബന്റെ ഡെവലപ്മെന്റ് എന്നുള്ള. Those purpose play an important role in bringing cohesion into the regime. ഈ പർപ്പസ് ആണ് ഒരു ഇമ്പോർട്ടന്റ് റോളായിട്ട് ഈ ഒരു ഭരണ മുന്നോട്ടുള്ള പോക്കിന് മുന്നോട്ട് വഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർപ്പസ്, ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുക. ഒരു അജണ്ട ആണല്ലോ, നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൈവറ്റ് ഗ്രൂപ്പുമായി ചേരുന്നത്. At the same time, there is a often struggle and conflict between the partners in the coalition. ഇതിലെ പാർട്ട്നേഴ്സിന് ഈ കൊലീഷനിലെ ഉള്ള ആളുകൾ തമ്മിൽ സ്ട്രഗിൾ ഉണ്ടായിരിക്കും, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ബിഫോർ ദേ സെറ്റിൽ ഇൻ ടു ലോങ് ടേം റിലേഷൻഷിപ്പ്. ഈ പ്രൈവറ്റ് ടീമും ഗവൺമെന്റ് ഒഫീഷ്യൽസ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റും ഒരു സ്ട്രഗിളൊക്കെ ഉണ്ടായിരിക്കും. ഏത് വരെ അവർ ഒരു റിലേഷൻഷിപ്പിൽ കോലീഷൻ വരുന്നത് വരെ. ഇൻ ഷോർട്ട്, ദ ഇൻഫോർമൽ അറേഞ്ച്മെന്റ് ബൈ വിച്ച് പബ്ലിക് ബോഡീസ് ആൻഡ് പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ഫംഗ്ഷൻ ടുഗദർ ഇൻ ഓർഡർ ടു ബി ഏബിൾ ടു carry out governing decision. ഇവിടെ നടക്കുന്ന പബ്ലിക് ബോഡിയും പ്രൈവറ്റ് ഇൻട്രസ്റ്റിന്റെയും അടിസ്ഥാനത്തിൽ ടുഗദർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അതെന്ത് ചെയ്യും, ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള നല്ലൊരു ഇൻഫോർമൽ അറേഞ്ച്മെന്റ് ആണെങ്കിലും ഒരു ഗവേണിംഗ് ഡിസിഷൻ ക്യാരി ഔട്ട്, ഒരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് ഗവൺമെന്റിന്, അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അവരെന്ത് ചെയ്യണം, രണ്ടോ അതിലധികമോ ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് അവരുടെ ഒരു അജണ്ട, അവരുടെ ഒബ്ജക്റ്റീവ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിക്കണം. അതിനെ റെജിം എന്ന് പറയും. ആ കൂട്ടായ്മയുടെ രീതിയിൽ പ്രവർത്തിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ്, പ്ലാനിംഗ് തിയറീസ്. പ്ലാനിംഗ് തിയറിയിൽ സിനോപ്റ്റിക് പ്ലാൻ. ദ സിനോപ്റ്റിക്
approach has dominated both the American planning practice and the planning of development assistance program overseas. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്ലാനിംഗ് പ്രാക്ടീസിലും പ്ലാനിംഗ് ഓഫ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് പ്രോഗ്രാമിലുമാണ് ഈ അപ്രോച്ച് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സിനോപ്റ്റിക് പ്ലാനിംഗ് ടിപ്പിക്കലി ലുക്സ് അറ്റ് എ പ്രോബ്ലംസ്, ഒരു പ്രോബ്ലത്തിനെ ലുക്ക് ചെയ്തുകൊണ്ട് ഫ്രം സിസ്റ്റം വ്യൂ പോയിന്റിൽ ഒരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ യൂസിങ് കൺസെപ്റ്റൽ ഓർ മാത്തമാറ്റിക്കൽ മോഡൽ റിലേറ്റിംഗ് എൻസ്, ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ സെറ്റും ടു മീൻസ് വിത്ത് ഹെവി റിലയൻസ് ഓൺ നമ്പേഴ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, അതിലേക്ക് അതിന്റെ കൺസ്ട്രെയിന്റും അതിന്റെ റിസോഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ബിൽഡ് ചെയ്തിട്ടാണ് ഈ സിനോപ്റ്റിക് പ്ലാനിംഗ്. സിനോപ്റ്റിക് പ്ലാനിംഗ് ആസ് എ റഫ്ലി ഫോർ ക്ലാസിക്കൽ, 4 ക്ലാസിക്കൽ എലമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് ഗോൾ സെറ്റിംഗ്, ലക്ഷ്യം എന്താണ് നമ്മളെ ഗോള്. ഐഡന്റിഫിക്കേഷൻ ഓഫ് പോളിസി അൾട്ടർനേറ്റീവ്, പോളിസി അൾട്ടർനേറ്റീവുകൾ എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുക. ഇവല്യൂഷൻ ഓഫ് മീൻ അഗെയിൻസ്റ്റ് എൻഡ്, നമ്മളെ അതിന്റെ എൻസിനെ അതിനൊരു ഇവാലുവേഷൻ, അതിന് മറ്റൊരു പോളിസി അൾട്ടർനേറ്റീവ് കണ്ടെത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇവല്യൂഷൻ ഓഫ് മീൻസ് അഗെയിൻസ്റ്റ് എൻസ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസി. അപ്പൊ ആദ്യം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നു, പോളിസി അൾട്ടർനേറ്റീവ് കണ്ടെത്തുന്നു, നമ്മൾ അതിന്റെ എൻഡ്, അതിന്റെ അവസാനത്തെ കുറിച്ച് ഇവാലുവേഷൻ നടത്തുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതാണ് സിനോപ്റ്റിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇതൊരു പ്ലാനിംഗ് തിയറിയാണ്. നെക്സ്റ്റ് പ്ലാനിംഗ് മോഡൽ ഇൻക്രിമെന്റൽ പ്ലാനിംഗ്. ചാൾസ് ലിൻബ്ലോം is one of the advocate of the theory of incrementalism. Incrementalism theory-യുടെ advocate ആയിട്ടുള്ള ചാൾസ് ലിൻബ്ലോം ഇൻ പോളിസി ആൻഡ് ഡിസിഷൻ മേക്കിംഗിൽ in 1959 ഇദ്ദേഹം ഇത് കൊണ്ട് ഇൻക്രിമെന്റൽ പ്ലാൻ. ദ അപ്രോച്ച് ഇസ് ടു ടേക്ക് ബേബി സ്റ്റെപ്പുകൾ എടുക്കുക, മഡിലിംഗ് ത്രൂ, കഠിനമായിട്ടുള്ള കാര്യങ്ങളുടെ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. In it, policy changes under most circumstances evolutionary rather than revolutionary. ഒരു പോളിസി ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വിപ്ലവകരമല്ലതിന് പകരമായിട്ട് എവല്യൂഷണറി ആയിട്ട് പരിണാമപരമായിട്ടാണ് ഒരു പോളിസി ചേഞ്ച് ഉണ്ടാകുന്നത്. പ്ലാനിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് മോർ ഡീസെൻട്രലി ദാൻ ഇൻ ദ റാഷണൽ പ്ലാനിംഗ് പ്രോസസ്. യുക്തിസഹജമായിട്ട് പ്ലാനിംഗ് പ്രോസസ്സിനെക്കാട്ടി ഏറ്റവും നല്ലത് ഡീസെൻട്രലിയാണ്. അധികാര വികേന്ദ്രീകരണം. Both the population and more agency are involved in planning. ആ ഏരിയയിലുള്ള പോപ്പുലേഷനും അവിടെയുള്ള വിവിധ ഏജൻസികളും പ്ലാനിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള പ്ലാനിങ്ങിനെ ഇൻക്രിമെന്റൽ പ്ലാനിംഗ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് റാഡിക്കൽ പ്ലാൻ. സ്റ്റീഫൻ ഗ്രാബോ ആൻഡ് അലൻ എസ്കിൻ wrote in the foundation for radical concept of planning. സ്റ്റീഫൻ ഗ്രാബോയും അലൻ എസ്കിനും 1973 ഫൗണ്ടേഷൻ ഫോർ റാഡിക്കൽ കൺസെപ്റ്റ് ഓഫ് പ്ലാനിംഗ് എഴുതി. ഓൺ ദ inability of the current planning framework to respond to the needs of the poor. പാവപ്പെട്ട ആളുകളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്ത് കറന്റ് പ്ലാനിംഗ് ഫ്രെയിംവർക്കിന്റെ ഇനബിലിറ്റിയെ കുറിച്ചാണ് അതിൽ അവർ പ്രതിപാദിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവരുടെ പല ആവശ്യങ്ങളുണ്ട്, അത് നിർവഹിക്കുന്നിടത്ത് കറന്റ് പ്ലാനിങ്ങിൽ കുറെ ഇനബിലിറ്റി ഉണ്ട്, അതിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ദേ കാൾഡ് ഫോർ എ സിസ്റ്റമാറ്റിക് ചേഞ്ച്. അവർ പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ച് വരുത്തണം, ഇൻക്ലൂഡിങ് ഡീസെൻട്രലൈസേഷൻ. പ്ലാനിങ്ങിൽ ഡീസെൻട്രലൈസേഷൻ വേണം, എല്ലാവരുടെയും അധികാര വികേന്ദ്രീകരണം, എല്ലാവരിലേക്കും അധികാരം പോകണം, എല്ലാവരുടെ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും. എക്കോളജിക്കൽ ആയിട്ടുള്ള അറ്റന്റീവ്നെസ് വേണം. അതുപോലെ തന്നെ എക്സ്പെരിമെന്റേഷനും നടത്തണം. അതിനെയാണ് നാം പറയാ റാഡിക്കൽ പ്ലാനിംഗ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസാക്റ്റീവ് പ്ലാനിംഗ് ഡെവലപ്ഡ് ബൈ ജോൺ ഫ്രീഡ്മാൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ട്രാൻസാക്റ്റീവ് പ്ലാനിംഗ് എംഫസൈസ് ദാറ്റ് സിറ്റിസൺ ആൻഡ് സിവിക് ലീഡേഴ്സ് നോട്ട് പ്ലാനേഴ്സ് ഹാഡ് ടു ബി അറ്റ് ദ കോർ ഓഫ് പ്ലാനിംഗ്. പ്ലാനിങ്ങിന്റെ കോർ എന്ന് പറയുന്നത് അവിടുത്തെ സിറ്റിസൺ, അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ സിവിക് ലീഡേഴ്സുമാണ്, അവിടുത്തെ പ്ലാനേഴ്സ് അല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥരല്ല, അവിടുത്തെ ജനങ്ങളും അവിടുത്തെ സിവിക് ലീഡേഴ്സുമാണ് പ്ലാനിങ്ങിന്റെ കോർ എന്ന് പറയുന്നത്. ഈ പ്ലാൻസ് വേർ ടു ബി ഇംപ്ലിമെന്റ്, അവരാണ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെന്ത് പറയാ ട്രാൻസാക്റ്റീവ് പ്ലാനിംഗ് എന്ന് പറയും. ഇതോടുകൂടി മോഡേൺ തിയറി അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.